യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഗുരു പറഞ്ഞു തന്നത് എനിക്ക് പറയാനുള്ളത് ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്കുള്ള യാത്രയാണ് ഓണം. മഹാബലി എന്ന് പറയുന്ന ആള് മലയാളിയല്ല, ഭഗവാനും ഭക്തനും. ഭക്തനെയും കൊണ്ട് ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ഓണം. മനസ്സിലായോ? ഈ മഹാബലിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന വാമനനാണ്. ആ മഹാബലിയുടെ 10% നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഭരണത്തിലിരിക്കുന്നവർക്ക് തോന്നിയിരുന്നെങ്കിൽ സുഭിക്ഷമായാലും നമ്മൾ. കാര്യം മാവേലിയുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, എന്നിട്ടും മാവേലി എല്ലാവരും പട്ടിണി ഇല്ലാണ്ട് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരും. 3ാമത്തെ പ്രാവശ്യം നമ്മളൊക്കെ പറയണ ചവിട്ടി താഴ്ത്തി എന്നാണ്. അദ്ദേഹം തല ഇത് ചെയ്യുമ്പോൾ ഈ സ്വാമിമാർക്ക് ചെയ്യുന്നത് ഹാരാർപ്പണമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാദപൂജയാണ് ചെയ്യുന്നത്. ഈ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുണ്ടെങ്കിൽ ഭൂമി കംപ്ലീറ്റ് കാൽപാദം വെച്ച വാമനൻ കാൽപാദം വെച്ചപ്പോൾ മഹാബലി ആ സമയത്ത് എവിടെയായിരുന്നു? സർ, 2025 ചിങ്ങമാസം തുടങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്ന് പുതിയൊരു ഓണക്കാലം വന്നിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ്. യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് എന്താണ്? പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഗുരു പറഞ്ഞു തന്നത് എനിക്ക് പറയാനുള്ളത് ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്കുള്ള യാത്രയാണ് ഓണം. ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്കുള്ള യാത്രയാണ് ഓണം. അതെങ്ങനെയാണ്? അത്തം ഗണപതിയുടെ നാളാണ്, തിരുവോണം വിഷ്ണുവിൻ്റെ നാളാണ്, രോഹിണി കൃഷ്ണൻ്റെ നാളാണ്. അത്തം 10 തിരുവോണം. അത്തവും തിരുവോണവും, രോഹിണി അത്തം തിരുവോണം അനുജന്മ നക്ഷത്രങ്ങളാണ്. അപ്പം അത്തം തൊട്ട് നമ്മൾ ചിട്ടയോടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പൂക്കൾ. ആദ്യം തുമ്പപ്പൂവാണ്, ഓരോ ദിവസം പിറ്റേ ദിവസം മുക്കുറ്റി. ഒരു വിധിയുണ്ട് അത് ചെയ്യാനായിട്ട്. അത് നമ്മൾ പറിക്കണമെന്നാണ്. പണ്ടൊക്കെ പറിക്കുക പൂക്കളെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓർമ്മയുണ്ട്. അത് പറിച്ചിട്ട് 10 ദിവസം ചെയ്ത് 10 ദിവസം ആ തൃക്കാക്കരയപ്പനെ അതിൻ്റെ വിധിപ്രകാരം ചെയ്യുന്ന ചില തറവാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വർഷം സമ്പൽ സമൃദ്ധമാകും, അവരുടെ കാർഷിക ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുള്ള വിശ്വാസമുണ്ട്. ശരിക്കും ഈ പറയുന്ന പൂക്കളം വെറുതെ പൂക്കളം ഇടുകയോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുകയോ അല്ല. മാത്രമല്ല ഓണം എന്ന് പറയുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ്ങമാസം ഒന്ന് ദക്ഷിണായനം തുടങ്ങി, കർക്കിടകമായപ്പോൾ ദക്ഷിണായനം തുടങ്ങി. കർക്കിടക മാസം എപ്പോഴും മഴക്കാലമായിരിക്കും. പിന്നെ ചിങ്ങമാസം ഒരു പ്രതീക്ഷയുടെ മാസമാണ്. ഈ വേനൽ തെളിയുന്നു. വേനൽ തെളിഞ്ഞ് പതുക്കെ ഈ ചെടികളൊക്കെ ഇത് ചെയ്തു വരുമ്പോൾ ആദ്യം തുമ്പയാണ് എടുക്കുന്നത്. ഇത് വിധിപ്രകാരം. അപ്പോൾ അത്തെന്ന് പറയുന്ന ഗണപതിയുടെ നാളാണ്. അപ്പോൾ വിനായക ചതുർത്ഥി അതിനോട് തന്നെ അനുബന്ധിച്ച് വരും. ഈ കഴിഞ്ഞ എല്ലായ്പ്പോഴും വരണമെന്നില്ല, അത് ചതുർത്ഥി തിഥി വെച്ചാണ് വരുന്നത്. ഭാദ്രമാസ മാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി വെച്ചാണ് വിനായക ചതുർത്ഥി വരുന്നത്. അപ്പോൾ ഭാദ്രമാസ മാസം എന്ന് പറയുമ്പോൾ പൂരോരുട്ടാതി അല്ലെങ്കിൽ ഉത്രട്ടാതി നാളിലായിരിക്കും വെളുത്തവാവ് വരുന്നത്. പൂരോരുട്ടി ഭാദ്രപദം എന്ന് പറയുന്നത് അതാ. പൂരോരുട്ടാതി, പൂർവ്വഭാദ്രപദ, പൂരോരുട്ടാതി, ഉത്തരഭാദ്രപദ, ഉരുത്രട്ടാതി. ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും വെളുത്തവാവ് വരുന്നത്. അപ്പം അതനുസരിച്ചാണ് ആ ഭാദ്രമാസ മാസം. അതിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായിട്ട് എടുക്കുന്നത്. അപ്പം ഈ ഓണത്തിനോട് മിക്കപ്പോഴും ഈ അധികമാസം എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് സംസ്കൃതത്തിൽ. അത് ഇല്ലാത്ത പക്ഷം ഓണത്തോടനുബന്ധിച്ച് വിനായക ചതുർത്ഥി വരും. അപ്പം എങ്ങനെയാണ് മഹാബലിയും വാമനനും? അത് പറയാം. അത് നമുക്ക് പോരാ. ഇതൊരു വിധി ഞാൻ പറഞ്ഞതാണ്. ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്ക്. അപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാനായിട്ട് ആദ്യം ആരാധിക്കേണ്ട ദേവത ഗണപതിയാണ്. ആ ഗണപതി മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ചക്രമാണ് അല്ലേ? ലക്ഷ്മി കടാക്ഷം എല്ലാവർക്കും വേണം. സരസ് ചിലപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ലക്ഷ്മി കടാക്ഷം എല്ലാവർക്കും വേണം. അപ്പോൾ ലക്ഷ്മിയുടെ പതിയാണ് വിഷ്ണു. അത് തിരുവോണം നക്ഷത്രം. അപ്പം ഇതിൽ വരുന്നത് ശരിക്കും ഇതിലെ ഒരു മഹാബലി ചക്രവർത്തിനെ മഹാവിഷ്ണു സുതലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ രാജാവായിട്ട് വാഴിച്ച് അവിടെ മഹാവിഷ്ണു തന്നെ മഹാബലിക്ക് സേവ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ചിലർ ആസ്ട്രൽ ട്രാവൽ ചെയ്ത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടുമില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതായുഗ കാലഘട്ടത്തിലാണ് പ്രഹ്ലാദൻ്റെ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ ഭക്തനായ നാരായണ അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ കേട്ട് അങ്ങനെ നാരായണനാണ് ദേവതയെന്ന് പറഞ്ഞ് ഇത് ചെയ്ത് അച്ഛനെ ദേഷ്യം വന്ന് അച്ഛൻ ഞാനാണ് ദേവൻ എന്ന് പറയുന്നതും അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയതുമൊക്കെ അറിയാം. അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടാണ് നരസിംഹാവതാരം എടുക്കുന്നത് മഹാവിഷ്ണു. പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ദ്രശേനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ മഹാബലി എന്ന് പറയുന്നു. അപ്പോൾ ഇത് കൃതായുഗം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവം. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടത്തിലാണ് രാമേശ്വരം പാലം വന്നിരിക്കുന്നത്, ലങ്ക. അതിനൊരു 7000 തൊട്ട് 10000 വർഷത്തെ പഴക്കമാണ്
അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഈ ലക്ഷങ്ങൾ പറയുന്നതും ഒരു പക്ഷേ പല കാലഘട്ടത്തിലായിരിക്കും കൃതത്രേത ദ്വാപര കലിയുഗങ്ങളും നടന്നിരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ശരിക്കും പറയുന്ന കലിയുഗം 4,32,000 വർഷമാണ്. അതിൻ്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം, 8,64,000 വർഷം. അപ്പോൾ അത്രയും വർഷമൊന്നും ഇപ്പോൾ കലിയുഗം തുടങ്ങി 5,126 27ാമത്തെ വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃഷ്ണൻ്റെ കാല സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് എന്തുവാട്ടെ മഹാബലിനെ വാമനൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ തിരുവോണം നാളിൻ്റെ അന്ന് പ്രജകളെ കാണാനായിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വരാം, വിടാന്നുള്ളതല്ല, പരോളി വിടാന്നുള്ളതല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് ഭഗവാനും ഭക്തനെയും കൊണ്ട് ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ഓണം. മനസ്സിലായ? ഈ മഹാബലിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന വാമനനാണ്, ഭക്തനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്, അതാണ് ഓണം. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്കും കേരളം ഉണ്ടായിട്ട് വലിയ കാലഘട്ടമൊന്നും ആയിട്ടില്ല. ഈ മഹാബലി നരസിംഹാവതാരം നടന്നിരിക്കുന്ന അഹോബിലം എന്ന് പറഞ്ഞ സ്ഥലമാണ്, ആന്ധ്ര കർണാടക ബോറ എങ്ങാണ്ട, ഞാൻ പോയിട്ടില്ല. അഹോബിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നരസിംഹാവതാരം ഉണ്ടായത് ആ തൂണ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പോയി കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതായാലും 200-250 വർഷങ്ങൾക്കുള്ളിലാണ് മഹാബലി ചക്രവർത്തി വന്നിരിക്കുന്നത്. അന്ന് കേരളം എന്നുള്ളതില്ല. കാര്യം കടലിൽ കയറി അല്ലെങ്കിൽ പരശുരാമൻ മഴുവിറങ്ങിയുണ്ടാക്കിയതാണ് ഇത് കേരളം. അപ്പോൾ ശരിക്ക് മഹാബലി എന്ന് പറയുന്ന ആള് മലയാളിയല്ല, മനസ്സിലായി? പക്ഷേ നമ്മളത് ആചരിച്ചു വരുന്നു മലയാളികൾ. ഒരു പക്ഷേ ആ ആന്ധ്രയിലെ ആ സ്ഥലത്ത് നിന്ന് കുടിയേറി വന്നവരായിരിക്കാം നമ്മൾ. പരശുരാമൻ അവിടെ നിന്ന് ചില ബ്രാഹ്മണ സമുദായക്കാരെ കൊണ്ടുവന്നതായിട്ട് ചരിത്രകാരന്മാർ പറഞ്ഞ് വാമൊഴിയായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ താഴമൺ മഠവും തരണനെല്ലൂർ എന്ന് പറഞ്ഞ 2 തന്ത്രി കുടുംബങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തിരുമേനി പറഞ്ഞുള്ള അറിവാണ്. ഇവരെ പരശുരാമൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് ഈ ഒന്ന് കാശ്മീർ സാരസ്വത ബ്രാഹ്മണർ, ഞങ്ങളൊക്കെ ആ വിഭാഗപ്പെട്ട, പിന്നെ ഈ ദക്ഷിണേന്ത്യയിൽ ഈ ആന്ധ്ര ഭാഗത്ത് തിരുപ്പതി ആ ഭാഗത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള കുറച്ച് ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ വിശ്വാസം ഇവിടെ വന്നതായിരിക്കും. ഒരു കാര്യം മാത്രം, എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളുന്ന മലയാളികൾ ഓണം വളരെ വിശ്വാസപൂർവ്വം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഇപ്പം എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ സ്കൂളിൽ ഓണം എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് അവധിയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഓണാഘോഷം നടക്കുന്നു, പിള്ളേർ ഓണത്തിന് പ്രത്യേക ഡ്രസ്സ് ഇട്ട് പോകുന്നു, ഓരോ വീടുകളിൽ നിന്ന് ഓരോ ഇത് കറി എന്തെങ്കിലും കൊണ്ടുപോകുന്നു. ഓണം അങ്ങനെ സ്കൂളുകളിൽ ആഘോഷിക്കുന്നുണ്ട്. പണ്ട് അതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഇതിലൊന്നുമില്ല. ഓണം അവധിയാണ്, ഊഞ്ഞാലിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കരുമാടിയിലൊരു കാമപുരത്ത് കാവ് ക്ഷേത്രമുണ്ട്, അത് ഇങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ പോയത്. അവിടെ ഈ കൽവിളക്ക് മാറുന്നൊരു ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? കാമപുരത്ത് കാവ് ശങ്കരനാരായണ ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്ത്, വിദേശത്തുള്ളൊരു സുഹൃത്ത് പറഞ്ഞ്, പിന്നെ പെരുമ്പാവൂരുള്ള നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് വ്യൂവേഴ്സാണ് കേട്ടോ, അവർ പറഞ്ഞിട്ട് അങ്ങനെ കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ഊഞ്ഞാലാടും, പക്ഷേ കയറിൽ കെട്ടി ഇങ്ങനെ മടൽ വെച്ച ഊഞ്ഞാലല്ല ആടുന്നത്. അവിടെ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രക്കാരാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. എത്രയോ മീറ്റർ നിന്ന് കയറ് കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ഭദ്രകാളി. ഇത് നാടുകളിൽ അത് നടക്കുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങൾ. അതുപോലെ ആ സമയത്ത് പകടയുണ്ടല്ലോ, ഈ 2, 4, 6, 8 അങ്ങനെയുള്ള ഇത് വന്നിട്ട് പകടകളി, 2 പകടയിട്ട് ഉരുട്ടിയിട്ട് പകടകളിയൊക്കെ നമ്മുടെ ശകുനി കളിച്ചത്. ആ പകടകളിയൊക്കെ നടക്കണ ഓണത്തിൻ്റെ സമയത്ത്. അത് ചരിത്രപരമായിട്ട് പറഞ്ഞാൽ, പുരാണപരമായിട്ട് പറഞ്ഞാൽ പ്രഹ്ലാദൻ്റെ മകൻ ഈ വിരോചനൻ്റെ മകൻ ഇന്ദ്രസേനാണ് മഹാബലി. അപ്പോൾ ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ മഹാബലി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും സുഭിക്ഷമായിട്ടിരുന്നാൽ മാത്രമേ ഈ രാജാവിന് മോക്ഷം കിട്ടുകയുള്ളൂ. ആ പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ജനം പട്ടിണിയിലാണെങ്കിൽ രാജാവിന് മോക്ഷം കിട്ടില്ല. കാര്യം ജനങ്ങളെയെല്ലാം, ഈ പൗരരെ എല്ലാം സ്വന്തം മക്കളായിട്ട് കണ്ടിട്ട് പോറ്റണം എന്നുള്ള രാജാവിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം ഉറപ്പുവരുത്തുവാനും ഇതിനുവേണ്ടി ആവശ്യമെങ്കിൽ രാജാവ് തന്നെ വേഷം മാറി നടന്ന കഥകൾ ഭാരത ചരിത്രത്തിലുണ്ട്. കാര്യം എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് രാജാവ് തന്നെ വേഷം മാറി, സ്പൈ വർക്കല്ലാണ്ട്, ചാരന്മാരല്ലാണ്ട് രാജാവ് തന്നെ ഇത് നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വല്ലതും ആ മഹാബലിയുടെ 10-1 അംശം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഭരണത്തിലിരിക്കുന്നവർക്ക് തോന്നിയിരുന്നെങ്കിൽ സുഭിക്ഷമായാലും നമ്മൾ, അല്ലേ? അത് ശരി. പലരും എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണോ ഭരിച്ചിരുന്നു എന്ന് പറയുന്നത്, ആ രീതിയിൽ അതിൻ്റെ ഒരു 10% തങ്ങളുടെ ആ ഭരണത്തിൽ രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്,
അവരൊന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഓരോ പ്രജ ഏതെങ്കിലും പ്രജ പട്ടിണിയിൽ കിടന്നാൽ, അല്ലെങ്കിൽ അവർക്ക് റേഷൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ കൂടി ദുഃഖമാണെന്ന് അറിയുന്ന ഏതെങ്കിലും പഞ്ചായത്ത് തലത്തിലാകട്ടെ, ബ്ലോക്ക് തലത്തിലാകട്ടെ, മുനിസിപ്പാലിറ്റി, ജില്ലാ തലത്തിൽ എവിടെയാകട്ടെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും മാവേലി നാടായാൻ. കാര്യം മാവേലിയുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, എന്നിട്ടും മാവേലി എല്ലാവരും പട്ടിണി ഇല്ലാണ്ട് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തി അല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. എന്നിട്ടും നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണക്കിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ക്യൂ ആണ് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്. പക്ഷേ ഇത് മലയാളികൾക്ക് പ്രതീക്ഷയുടെ ഒരു വക ഇതാണ്. പിന്നെ പറയുന്നത് ഈ മഹാബലി ഉണ്ടല്ലോ, അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രൻ മഹാബലിയാണെന്നാണ് പറയുന്നത്. ഈ പ്രധാനമന്ത്രി സ്ഥാനം പോലെ തന്നെ ഇത് ഓരോ മന്വന്തരങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രസ്ഥാനം മഹാബലിക്കാണെന്ന് പറയുന്നത്. അപ്പൊ ഈ മഹാബലി ധാർമ്മികമായിട്ട് ഭരണം നടത്തിയപ്പോഴത്തേക്ക് ഇന്ദ്രൻ അസൂയ വന്നു. ഇന്ദ്രൻ വിചാരിച്ച് മഹാബലിനെ ഇപ്പൊ തന്നെ എന്നെ പിടിച്ച് എന്താണ് എൻ്റെ വീട്ടിൽ ഇംപീച്ച്മെന്റ് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ച് ഇന്ദ്രനാക്കി ഇരുത്തുമെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഉള്ള ഇന്ദ്രൻ. അങ്ങനെ അദ്ദേഹം പല വിധത്തിലുള്ള മാർഗങ്ങൾ നോക്കി ദേവന്മാരെല്ലാം ഇത് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മഹാബലിനെ ഈ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനാക്കണമെന്നുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ മഹാബലിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ ഒക്കെ വിഷ്ണു ലോകത്തിലേക്ക് പോയ പോലെ എനിക്കും പോകണം, അദ്ദേഹത്തിന്റെ ജന്മലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് അദ്ദേഹം യാഗധർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. ഏറ്റവും അവസാനം യാഗമാണ് ഇത്. ഏതോ ഒരു യാഗത്തിന്റെ വിശ്വജിത്ത് ഏതോ ഒരു യാഗം പറയുന്നുണ്ട്. അപ്പൊ ഇന്ദ്രൻ വിചാരിക്കുന്ന ഈ യാഗം കഴിഞ്ഞ ഇദ്ദേഹത്തിന് ഇന്ദ്രപദവി കിട്ടിയെന്നാണ് മഹാബലിക്ക്. അതുകൊണ്ട് എന്നിട്ട് അപ്പോൾ ഈ യാഗത്തിന്റെ ഇത് സ്വീകരിക്കാനായിട്ട് എന്താണ് യാഗ ഫലം സ്വീകരിക്കാനായിട്ട് ദേവൻ തന്നെ വരണമെന്നാണ്. മഹാവിഷ്ണു ഏതെങ്കിലും ദേവന്മാർ, ഇപ്പൊ ദക്ഷയാഗത്തിൽ ശിവനെ വിളിക്കാത്ത കൊണ്ടുള്ള ഇതൊക്കെ ദക്ഷന്റെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സതീദേവി ആത്മാഹുതി ചെയ്ത്. അപ്പൊ ലാസ്റ്റ് ആ സമയത്ത് വാമനനാണ് വരുന്നത്. അപ്പോൾ മഹാബലിക്കറിയാം ഇത് മഹാവിഷ്ണുവാണ് വരുന്നത്, എന്നെ കൊണ്ടുപോകാൻ മഹാവിഷ്ണുവാണ് വരുന്നതെന്ന് മഹാബലിക്കറിയാം. കാര്യം മഹാബലി അസുര രാജാവാണെങ്കിലും അത്രയും തപോബലമുള്ള ആളായിരുന്നു. പക്ഷേ ശുക്രാചാര്യർക്കറിയാം മഹാബലി ഇപ്പോൾ ഈ സ്ഥാനം മാറും, മഹാബലി പോയി കഴിഞ്ഞാൽ താൻ അസുര രാജാവാണെന്നുള്ള സ്ഥാനം പോകും. മനസ്സിലായി? അപ്പൊ ശുക്രാചാര്യർ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഞാൻ ദാനം ചെയ്യാന്ന് പറഞ്ഞ് പാതിപൂജ നടത്തും. ആദ്യം കാലിൽ വെള്ളം ഒഴിക്കും, കിണ്ടിയിൽ നിന്നുള്ള വെള്ളം. അത് കൊടുക്കാണ്ടിരിക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പറയണേ എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആ കുഞ്ഞ് പറയുന്നു. ശരിയെന്ന് പറയുന്നു. 3ാമത്തെ പ്രാവശ്യം നമ്മളൊക്കെ പറയണ ചവിട്ടി താഴ്ത്തി എന്നാണ്. അല്ല, അദ്ദേഹം തല ഇത് ചെയ്യുമ്പോൾ ഈ സ്വാമിമാർക്ക് ചെയ്യുന്നത് ഹാരാർപ്പണമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാദപൂജയാണ് ചെയ്യുന്നത്. പാദപൂജയാണ് സ്വാമിമാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാദ ആരതിക്കാണ് ചെയ്യുന്നത്. പാദപൂജയാണ്. കാല് കഴുകിച്ച് അതിൽ ചന്ദനവും ഇതുമൊക്കെ പൂവൊക്കെ വയ്ക്കും, ചന്ദനം തൊടിച്ച് പൂ വയ്ക്കും. അവർക്ക് പാദപൂജയാണ്, ഹാരാർപ്പണമല്ല സ്വാമിമാർക്ക്. അപ്പോൾ ആ പാദപൂജ ചെയ്തിട്ട് ഇത് ചെയ്ത് ലാസ്റ്റ് ഈ എന്താണ് ഭൂലോകവും ഭൂമിയും അളന്നു കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലമില്ലാന്ന് കണ്ടുകൊണ്ട് തല കുനിച്ചപ്പോൾ തലയിൽ കാല് വെച്ച് അനുഗ്രഹിച്ച് കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ആ ബൂർഷ്വാ വാമനം വന്ന് നമ്മുടെ ഇതായിട്ടുള്ള ഇദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഈ ലോജിക്ക് ആലോചിക്കുന്ന ആൾക്കാർ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഭൂമിയിലല്ലേ ഇവർ നിൽക്കണത്? ആണോ? ഈ മഹാബലി കംപ്ലീറ്റ് ആൾക്കാരെ ഈ ഭൂമി കംപ്ലീറ്റ് കാലെടുത്ത് വെച്ചെങ്കിൽ, ഈ ലോജിക്ക് പറയുന്നവരുടെ അടുത്ത് ആലോചിക്കാൻ വേറൊരു വിഷയം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ അബാഗ്മീഡി ഇരിക്കുന്നിടത്താണ് ഈ സംഭവം നടന്നതെന്ന് വെച്ചു. വാമനം വന്നു, അബാഗ്മീഡി ഇരിക്കുന്നിടത്താണ് ഈ യാഗം നടക്കണം. മഹാബലി ഉണ്ട്, ശുക്രാചാര്യരുണ്ട്, എല്ലാവരും ഉണ്ട്, യാഗം നടക്കണം. യാഗത്തിന് വന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. വാമനനെടുത്ത് ഭൂമിയിൽ കാല് വെച്ച് ആകാശത്ത് കാല് വെച്ച് ഈ കാല് വെച്ചപ്പോഴത്തെ ഈ മഹാബലി എവിടെയായിരുന്നു? ഭൂമിയിൽ തന്നെയല്ലേ? എവിടെ? ഭൂമിയിൽ. ഈ പറയുന്നുണ്ടല്ലോ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ കാല് വെച്ചാൽ അത്രയ്ക്ക് കാല് വലുതായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും സൂക്ഷ്മതലത്തിൽ വികസിച്ചു എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ മഹാബലിക്ക് കഴിവ് വന്നു, ബാക്കിയുള്ളവർ കണ്ടു എന്നൊന്നും പറയുന്നില്ല അത്. അപ്പൊ അദ്ദേഹം ഭൂമിയിലേക്ക് കാല് വെച്ചാൽ ഈ മഹാബലി ഉൾപ്പെടെ എല്ലാവരും കാലിൻ്റെ അടിയിലായില്ലേ? അതെ, മനസ്സിലായ? ആകാശത്ത് കാല് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് മഹാബലി തല കാണിച്ചതെന്ന് പറഞ്ഞു. കാര്യം ഇദ്ദേഹം ആകാശത്തിന്റെ കീഴിലാണ്. അദ്ദേഹം അത്രയും ആ ഒരു ദൈവത്തിന്റെ രൂപം കംപ്ലീറ്റ് വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ആകാശവും വ്യാപിച്ച് ഭൂമിയും വ്യാപിച്ച് ആ ദൈവത്തിന്റെ ഒരു രൂപം
മഹാബലി കണ്ടു, തല കുനിച്ചു കൊടുത്തു. അല്ലാണ്ട് മഹാബലിയുടെ തല ഭൂമി കംപ്ലീറ്റ് വലിയ കാലാക്കിയിട്ട് ചവിട്ടിയെന്നോ ആകാശത്ത് ചവിട്ടിയെന്നുള്ളത് അതൊരു എന്താണ്, ഒരു ദൈവികമായ ഇതാണ്. അത്രയും വലുതായ ദേവൻ, ആ ദേവന്റെ മുമ്പിൽ മഹാബലി താണു കൊടുത്തു, കാല് ചവിട്ടി എന്താണ് കാൽപാദങ്ങൾ വെച്ചിട്ടാണ് അനുഗ്രഹിക്കുന്നത്. ഏത് സ്വാമിമാരാകട്ടെ ദൈവങ്ങളാകട്ടെ അവർക്ക് പാദപൂജയാണ് ചെയ്യണത്. അത് കാല് വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് ചവിട്ടി താഴ്ത്തുക എന്നുള്ളത് നമ്മൾ മലയാളികൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് എന്താണ് നടന്നത്. ഒറ്റ ലോജിക്ക് ഇത് ചെയ്താൽ മതി. അങ്ങനെ ഈ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുണ്ടെങ്കിൽ ഭൂമി കംപ്ലീറ്റ് കാൽപാദം വെച്ച വാമനൻ കാൽപാദം വെച്ചപ്പോൾ മഹാബലി ആ സമയത്ത് എവിടെയായിരുന്നു? ഭൂമിയിൽ തന്നെ, എങ്ങും പറന്നു പോയിട്ടില്ലല്ലോ. ബോയിങ് വിമാനമൊന്നും ഇല്ലല്ലോ. ആലോചിച്ചു ലോജിക്കില്ല. നമ്മൾ എത്രയോ ഈ സമയത്ത് കുറെ ആർട്ടിക്കിളൊക്കെ വരുന്നില്ലേ, വാമനൻ ഇങ്ങനെയാണ്, ബ്രാഹ്മണൻ. മഹാബലിക്കും പൂണൂലുണ്ട് ആ സമയത്ത്. ഈ ഉപനയന സംസ്കാരം ബ്രാഹ്മണന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വിട്ടുകളഞ്ഞ. പണ്ട് ഞാനൊരു സിനിമയെ നാടകം കണ്ട്, ദ്രവിച്ച പൂണൂല് വലിച്ചു പൊട്ടിച്ചവനാണ് ഈ മണികണ്ഠൻ എന്നും പറഞ്ഞൊരു ഡയലോഗ്. സിനിമയാണോ നാടകമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ദ്രവിച്ച പൂണൂല് വലിച്ചു പൊട്ടിച്ചവനാണ്. ഒരിക്കലും പൂണൂല് ദ്രവിക്കുകയല്ല. അത് സമയാസമയങ്ങളിൽ മാറ്റണം. ഒരു മരണ വീട്ടിൽ പോയാൽ മാറ്റണം, ആശുപത്രി പോയി വന്നാൽ മാറ്റണം, മനസ്സിലായി, അശൗചം വന്നു കഴിഞ്ഞാൽ മാറ്റണം. ഒന്നുമില്ലെങ്കിലും വർഷത്തിലൊരിക്കൽ ഉപാകർമ്മ ദിവസം മാറ്റണം. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം ഈ വിമർശനങ്ങൾ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള സമ്പ്രദായങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാണ്ടാണ് വിമർശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, വാമനൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഈ മഹാബലി ജനങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായിരുന്ന രാജാവായിരുന്നു. ആ സ്ഥാനത്തേക്ക് ആരെങ്കിലും ആധുനിക യുഗത്തിൽ ഒരു മഹാബലി വരുമോ, ഒരു ഇന്ദ്രസേനൻ വരുമോ എന്നുള്ള പ്രതീക്ഷ ഈ ഓണം തരുന്നുണ്ട്.